ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ്. ഇതെന്താണെന്ന് അറിയാമോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇതാണ് നമ്മുടെ അച്ചാറിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്: കാരക്ക, അച്ചാർ പൗഡർ, ഉപ്പ്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, കാരക്ക സോക്ക് ചെയ്ത വെള്ളം, എണ്ണ, വിനാഗിരി, തിളപ്പിച്ചാറിയ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായത്. അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കാരക്ക നന്നായി വഴറ്റുക. ഇതേപോലെ കട്ട് ചെയ്ത കാരക്ക അച്ചാറിനായിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നന്നായി വഴന്നതിന് ശേഷം അത് മാറ്റി വെക്കുക. അതിനുശേഷം മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് അതിൽ പച്ചമുളക് ഇട്ട് ഒന്ന് വഴന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റുക. വഴന്നതിന് ശേഷം അതിലേക്ക് കരിവേപ്പില ചേർക്കുക. ഈ ചേരുവകളെല്ലാം ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അതേ എണ്ണയിൽ തന്നെ അച്ചാർ പൊടി മൂപ്പിച്ചെടുക്കുക. ചെറിയ തീയിൽ നന്നായി മൂപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കാരക്കയുടെ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. തിളച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുക. എല്ലാ വീടുകളിലും ഇതുണ്ട്, പക്ഷെ ഇതാരും ഉപയോഗിക്കുന്നത് കാണാറില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കാരക്ക ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൈയെടുക്കാതെ 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ലതുപോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ വിനാഗിരി ചേർത്ത് തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എണ്ണയും മസാലയും ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി അച്ചാറിലെ പ്രധാന താരം ആരാണെന്ന് ഇതുവരെ മനസ്സിലായോ? എന്നാൽ ഇനി അധികം സസ്പെൻസ് വെക്കുന്നില്ല. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളമായി കാണുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഇരുമ്പം പുളി ഉണക്കിയെടുത്താണ് നമ്മൾ ഇന്ന് ഈ നാടൻ അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.